ഇതുവരെ കാണാത്ത കോപ്രായങ്ങളൊക്കെ കാണുന്നു. എന്താണ് സംഭവം? എനിക്ക് അങ്ങനെ തോന്നിയത് ഇത് കണ്ടിട്ട്. എന്താണ് ഞാനൊരു നല്ല നർത്തകി കളിച്ച ഒരു നൃത്യങ്ങൾ കാഴ്ചവെച്ചപ്പോ തനിക്കത് കോപ്രായങ്ങളായി. അല്ല, ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരാള്. ഇത് ചെയ്തപ്പോ എനിക്ക് കോപ്രായിട്ടാണ് തോന്നിയത്. എന്താണ് സംഭവം? എന്താണ് പരിപാടി? എന്താണ് നീ എവിടെ പോണേന്ന് പറ. അതെന്താന്നറിയോ? മലയാള സിനിമയിലെ സൂപ്പർ നായിക, മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ കൊഞ്ചിയോഗ്രാഫറായിട്ട് ഞാൻ പോകുന്നു. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഞാൻ പുള്ളിക്കാരുടെ കൂടെ കൂടുന്നു, പുള്ളിക്കാരുടെ അടുത്ത് ഡാൻസ് പഠിക്കുന്നു, എന്നിട്ട് പുള്ളിക്കാരുടെ തന്നെ കൊറിയോഗ്രാഫറായിട്ട് കൂടി സിനിമയിൽ അങ്ങാവുന്നു. സമ്മതിച്ചിരിക്കുന്നു. ഈ നാക്ക് വെച്ച് നിങ്ങൾ ആരെയും വീഴ്ത്തും എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും മഞ്ജു വാര്യരെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണം. ഇല്ല, പറ്റുന്നില്ല, ഇപ്പോൾ വേണ്ട, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ മഞ്ജു വാര്യരെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തിയിട്ട് വരാം. എൻ്റെ മഞ്ജു, ഹലോ. ഞാൻ നിങ്ങളെല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. കുറേ ദിവസമായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഡയറ്റ് ചെയ്ത് വീടിൻ്റെ പറമ്പിൻ്റെ ഒരു ആധാരം അച്ഛൻ്റെ അടുത്ത് നിന്ന് കട്ടെടുത്ത് അത് വിറ്റ് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കണ്ടേ? മഞ്ജുവിനെ കാണാൻ വരുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റൈലൊക്കെ പിടിച്ചില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും? ഈ മാലയ്ക്കൊക്കെ എത്ര രൂപയെന്നറിയോ? പിന്നെ ഞാൻ ഇങ്ങനത്തെ മാലയൊന്നും ഇടാറില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയൊരു മാല ജീവിതത്തിൽ ഓരോ സ്റ്റൈലായിട്ടാണല്ലോ വരുന്നത്. ഞാൻ പറയട്ടെ, മഞ്ജുവിന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും മഞ്ജു എന്ത് സിമ്പിൾ ഇട്ടുണ്ടെങ്കിൽ ആൾക്കാർ മഞ്ജു എത്ര സ്വീറ്റാ, സിമ്പിളാ എന്ന് പറയും. പക്ഷെ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും ഇവളൊക്കെ ഏത് കുടുംബത്തിൽ നിന്ന് വന്നതാ ഇങ്ങനെ? ഞാനൊക്കെ ഇടിപ്പിച്ചിട്ട് കട്ടിക്കിട്ടില്ലെന്ന് ദീപ്തിക്കത് മനസ്സിലായല്ലേ? You got it? She also got it. What's her name? Tennel. You know Malayalam? കൊച്ചിന് മലയാളം അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മലയാളം അറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലളിതം സുന്ദരത്തിന്റെ പുറകെ തന്നെയാട്ടോ കുറച്ച് ദിവസങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ. എന്റെ പേര് ഞാൻ പറഞ്ഞില്ല, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ലളിത ഈ മഞ്ജുക്കുട്ടീനെ എനിക്ക് വയ്യ. എനിക്ക് ഇത്ര ബുദ്ധിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഈ ഫീൽഡിൽ ഇത്ര വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്ന ലളിത സുന്ദരി എന്നാണ് എന്റെ പേര് തന്നെ. എനിക്ക് അതുകൊണ്ട് ഈ പടം അനൗൺസ് ചെയ്തപ്പോ തന്നെ, പ്രത്യേകിച്ച് ബ്രദർ ആണല്ലോ ചെയ്യുന്നത്, മഞ്ജു പ്രൊഡ്യൂസ് ചെയ്യുന്നു, മധുവാര്യർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം, അതുമില്ലാതെ എൻ്റെ പേര് വെച്ചൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ അത്ര സന്തോഷം വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് അതിനുവേണ്ടി ഞങ്ങൾ അങ്ങനെ പേരിട്ടത്. നിന്ന് നിപ്പിനങ്ങ് വീണങ്ങ് പടിയായി പോയാലും വേണ്ടില്ലെന്നുള്ളൊരു ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സൈജു ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? നമ്മളന്ന് കണ്ടത് ഓർമ്മയുണ്ടോ? അയ്യോ, വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ആണിച്ചു എന്ന് പറഞ്ഞു. വേറെ ചേട്ടൻ നല്ല ഡീസന്റ്, എന്റെ പോലെ ഒന്നുമല്ല. ഞങ്ങൾ ഒരിക്കൽ കണ്ടായിരുന്നേ. എന്റെ കെട്ടിയോനെ ചേട്ടൻ നല്ല ഗുണ്ടയൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു പടം വന്ന സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലേ? അപ്പൊ എന്റെ ഭർത്താവിനെ ഞാൻ ഗുണ്ടയാവാനായിട്ട്, ഗുണ്ടാജയനായിട്ട്, അപ്പൊ എന്റെ ഭർത്താവിനെ ഞാൻ ഗുണ്ടയാക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എങ്ങനെ അങ്ങേർക്ക് ഇവിടെ ഒരു ഉണക്കമുന്തിരി വെച്ച് കൊടുക്കുക, ഒരു മീശ ഞാൻ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് എവിടെ നിന്നാവാനായിട്ട്. ഇപ്പൊ ആൾക്കാര് ഗുണ്ടാജയൻ എന്നുള്ളത് മാറ്റി ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ കാണിച്ചൊന്ന് ഇൻസ്പിറേഷൻ കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഗുണ്ടയായിട്ട് ഫുട്ബോൾ തട്ടണമാതിരി തട്ടിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ? ഗുണ്ടയായിട്ട് എന്തിനാ? നമുക്കൊരു ഗാംഭീര്യം ഉണ്ടല്ലോ. ഗുണ്ടയായിട്ട് എന്റെ പുറകെ കിടക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും നോക്കും. പോലീസ് പിടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും? അന്നേരമല്ലേ, അങ്ങനെ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിലും വേറൊരു കാര്യമുണ്ട്. അങ്ങനെ 4 ദിവസം അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടക്കാലോ. ഇല്ലെങ്കിൽ ഏത് നേരം എനിക്ക് ചോറുതാ, എനിക്ക് കഞ്ഞിതാ, തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ. പിള്ളേർക്ക് പോലും ഒരു 5 പൈസയുടെ സാധനം കൊടുക്കത്തില്ല. അപ്പൊ നമുക്ക് ലളിതം സുന്ദരത്തിലേക്ക് വരാം. ലളിതം സുന്ദരൻ ഒന്നും അല്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ട് എന്റെ പേര് വരുന്നത്. കാര്യം എന്റെ പേര് വന്നതിൽ എനിക്കുന്നത് ശാന്തം, ലളിതം, സുന്ദരം, സുമുഖം എന്നൊക്കെ വരണമായിരുന്നു. ആ ഒരു ട്രെയിലറും ആ പാട്ടും ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, എന്ത് നല്ല ഫാമിലിയാ, എന്ത് നല്ല സന്തോഷം. ഇത്ര സന്തോഷമായിട്ടൊക്കെ ഒരു ഫാമിലിക്കൊക്കെ ഇത്ര നാളൊക്കെ ജീവിക്കാൻ പറ്റുമല്ലോ. അതാണ് ആ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, ഇത്ര ബോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബോണ്ടിനെ കുറിച്ച്, എന്തെങ്കിലും വണ്ടിനെ കുറിച്ചാണോ ഉദ്ദേശിച്ചത്? അതൊരു പ്രത്യേക ബോണ്ടാ. അത് എന്തും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലെ? നമുക്ക് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിലേ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ആ ബോണ്ട് നമുക്ക്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ലോൺ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോണ്ട് എഴുതുമല്ലോ, ഇനി അത് വല്ലതും ആണോ ഒപ്പിട്ട് കൊടുത്താ? എന്തും ഉണ്ടാവും, എന്തും കാണാൻ പറ്റും സിനിമയില്. നമ്മുടെ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. ജീവിതത്തിലുള്ള എല്ലാ ബോണ്ടുകളും അതിനകത്തുണ്ട്. ഈ പറഞ്ഞ ബോണ്ടിങ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ആ ഒരു ഇത് എനിക്ക് ഇപ്പഴാ മനസ്സിലായി വന്നത്. വിജിമേനൻ ചേട്ടനെ കേട്ട് എത്ര വർഷം കൂടി അഭിനയിക്കുന്നത് അല്ലേ? പ്രണയവർണ്ണങ്ങള്, കുടമാറ്റം, പിന്നെ ഏത് കൃഷ്ണകുടിയിലെ പ്രണയവർണ്ണങ്ങൾ, പിന്നെ പത്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഓ എന്റെ പൊന്നേ,
എന്താ പറയാ ആ സിനിമയിലൊക്കെ ഉള്ള ആ ഒരു നോട്ടവും ശൃംഗാരവും ഒക്കെ എന്റെ ചേട്ടനൊക്കെ അത് കണ്ട് എന്തോരം ആസ്വദിച്ചിരിക്കുന്നു. കണ്ണട വെച്ചിരുന്ന കണ്ണിലെ എക്സ്പ്രഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾ ഒന്ന് നേരത്തെ 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ടുണ്ടല്ലോ ചേട്ടന്റെ കണ്ണിൽ നോക്കി എനിക്ക് മനസ്സ് വായിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എല്ലാരും കൂടി ആ ടൂറൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നില്ലേ? എവിടെയായിരുന്നു? വാഗമൺ, കുമളി, അങ്ങനെയുള്ള വണ്ടിപ്പെരിയാർ, പിന്നെ പിന്നെ കുറച്ചൊക്കെ എറണാകുളം ഉണ്ട്. എറണാകുളത്തുണ്ടോ? ഇല്ല. വണ്ടിപ്പെരിയാർ, കുമളി അങ്ങനെയുള്ള അല്ലേ? ഈ പാട്ടിലൊന്നും എറണാകുളത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. പാട്ടൊക്കെ എന്നോ കിട്ടില്ല. ലളിതയ്ക്ക് ഇഷ്ടമായോ? ലളിതയ്ക്ക് അത് ഭയങ്കര ലളിതമായിട്ടല്ല, ഭയങ്കര ഗംഭീരമായിട്ട് എന്നെ ഇഷ്ടമായി. അങ്ങനെ അങ്ങോട്ട് ഞാൻ അത് വെച്ച ആ ഡാൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കൊറിയോഗ്രാഫ് ചെയ്ത് ഡാൻസ് പഠിച്ചു. മഞ്ജു ചെയ്തത് ഞാനൊന്ന് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി അതൊക്കെ ഒന്ന് ചെയ്യണേ. സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നത് പ്രസന്ന മാസ്റ്റർ ആണ് കേട്ടോ. പ്രസന്ന മാസ്റ്റർ പിന്നെ നല്ല കിട്ടില്ല മാസ്റ്റർ അല്ലേ? പ്രസന്ന മാസ്റ്റർ ഓരോ ജഡ്ജ്മെന്റിലൊക്കെ ജഡ്ജ്മെന്റ് ഒക്കെ ആയിട്ട് ജഡ്ജൊക്കെ ആയിട്ട് വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ എത്ര ഡാൻസ് അറിയാത്തവർക്കും അങ്ങ് പഠിച്ചു പോകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ ഭയങ്കര ക്ലാസിക്കൽ ഡാൻസർ ആണേ. സ്റ്റെപ്പ് പഠിക്കാൻ സ്റ്റെപ്പ് അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ക്ലാസിക്കൽ ആയതുകൊണ്ട് മറ്റേനകത്ത് ഇച്ചിരി ഒരു വെസ്റ്റേൺ സിനിമാറ്റിക് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇച്ചിരി ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജു എനിക്ക് കറക്റ്റ് ചെയ്ത്. ക്ലാസിക്കൽ ഡാൻസറാ, ഞാൻ പഠിച്ചു ചെയ്തില്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, മഞ്ജു വെസ്റ്റേൺ കളിച്ച വെസ്റ്റേൺ, ക്ലാസിക്കൽ കളിച്ച ക്ലാസിക്കല്, ഏത് ഡാൻസ് കളിച്ച, റോക്ക് കളിച്ചാലും റാപ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കളിച്ചിട്ടുണ്ടെങ്കിലും അതേ സ്റ്റൈലാ വരുന്നത്. എങ്ങനെ പറ്റുന്നു? സായിച്ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അബദ്ധാവില്ല. കറക്റ്റ് ഗുണ്ടയൊക്കെ ആയിട്ട് വന്ന് എനിക്ക് ഇപ്പോഴും വയ്യ ഗുണ്ടാ ജയൻ എനിക്ക് അങ്ങ് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. നാട്ടുകാരങ്ങ് ഏറ്റെടുക്കുമായിരുന്നില്ല അതങ്ങനെ. ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചുമന്ന് തുടുത്തിരിക്കുന്ന കറുത്ത കണ്ണടയും വെച്ചിരിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും പറയോ ഒരു ഗുണ്ടയാന്നൊക്കെ പറയോ? പക്ഷെ എനിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അത്. എന്റെ ഭർത്താവ് എല്ലാ ഗുണ്ടകളും ഇത് ശ്രദ്ധിക്കുകയും ചെയ്യും. എന്റെ ഭർത്താവിനെ ഗുണ്ടയാക്കണമെന്ന് വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്ത് കത്തിയെടുത്ത് അങ്ങ് പൂളിയേക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കയറ്റിയേക്കണം അല്ലെ? പറയണ കേട്ടിട്ട് തന്നെ കൊതിയാവുന്നല്ലേ? എനിക്കും അതെ. എന്റെ ഭർത്താവ് അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഒരാളുടെ മേത്തൊന്ന് ഒന്നും വേണ്ട, മീനെങ്കിലും വരഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ എവിടെന്ന് മീനിന്റെ ചോര കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അന്നേരം തല കറങ്ങി വീഴും. ഒരു കാര്യമില്ലാത്തൊരു മനുഷ്യൻ. പിന്നെ ലളിതം സുന്ദരത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരം. നിങ്ങളാ പോയി അത് അടിച്ചു പൊളിച്ചതും അതും ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പാട്ടിൽ എന്താണോ കാണുന്നത് അങ്ങനെയുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു സെറ്റിൽ. ഞങ്ങൾ രാവിലെ എണീറ്റ് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, ഇടയ്ക്ക് പാട്ടിടുന്നു, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതിന് ഒപ്പം ഷോട്ട് എടുക്കുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ അതിൽ ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ യാത്ര ചെയ്യുന്ന ഇതായിട്ടുണ്ട്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങളൊക്കെ പോയിരുന്നതും അങ്ങനെ തന്നെയാണ്. സാധാരണ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ക്യാരവനിൽ പോകുന്നു, എല്ലാവരും അന്നേരം കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു പോകുന്നു, അവിടെ ചെല്ലുന്നു, ഇറങ്ങുന്നു, എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു, ഇതൊക്കെയല്ലേ. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലേ. ഇതിൽ യാത്ര ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ എന്നാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ വരാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്.